പത്മനാഭസ്വാമിയുടെ ശംഖുമുഖത്തുള്ള ആറാട്ടുകൽ മണ്ഡപം അശുദ്ധപ്പെടുത്തി ലോകത്തിലെ പല നഗരങ്ങളും മലിനജലം കടലിലേക്ക് ഒഴുകിവിടുന്നു. തിരുവനന്തപുരവും ഈ ലിസ്റ്റിലുണ്ട്. അതും ശംഖുമുഖത്ത് നിന്നും വളരെയൊന്നും ദൂരെയല്ല. ശുദ്ധിയുടെ അഭാവമാണ് ഇവിടുത്തെ പ്രശ്നം. ആധുനിക ലോകത്ത് പൂജാ സാമഗ്രികളുടെ ശുദ്ധി എങ്ങനെ ഉറപ്പാക്കാം എന്നത് ഗുരുതരമായ ഒരു ആശങ്ക തന്നെയാണ്. എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുകയും പിന്നീട് മറക്കുകയും ചെയ്യും. ചില ആവർത്തനങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അത് പരിചിതമായി തീരും. അത് കഴിയുമ്പോൾ ശീലമായി തീരും. വിഷമമൊന്നുമില്ല, അതങ്ങനെ നടന്നു പോവുകയും ചെയ്യും. സമീപകാലത്ത് ഈ ക്ഷേത്രം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉള്ള ആരോപണങ്ങൾക്ക് തുടരെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഉയരങ്ങളിലേക്ക് 22/2/2025 ശേഷം കടക്കും എന്നാണ് കാണുന്നത്. ഇതൊരു പുരാതന ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്റെ പേരിൽ നിന്നാണ് തിരുവനന്തപുരം നഗരത്തിന് ഈ പേര് ലഭിച്ചത്. സ്യാനന്തൂരപുരം എന്ന് വിളിക്കുന്നു. സ്കന്ദപുരാണം, സേതു മഹാത്മ്യം, ബ്രഹ്മഖണ്ഡ അധ്യായം 52, 102 മുതൽ 105 വരെയുള്ള ശ്ലോകങ്ങളിലും ഒക്കെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ ഖണ്ഡം 10 അധ്യായം 79 ബലരാമൻ ഇവിടെ സന്ദർശിച്ചതായിട്ട് സൂചനകളുണ്ട്. ചില പൊതുപ്രശ്നങ്ങൾ: ആചാരങ്ങളുടെ വാണിജ്യവൽക്കരണം, പണലാഭത്തിനായി പലപ്പോഴും വിലക്കയറ്റത്തിന് പ്രത്യേക ആചാരങ്ങൾ വിൽക്കുന്നതിലൂടെ അമിതമായ ശ്രദ്ധ ഭക്തിയിൽ നിന്ന് മാറ്റി ആത്മീയ സത്തയിൽ നിന്ന് മാറ്റി ഇടപാട് രീതിയിലുള്ള ബന്ധം സൃഷ്ടിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ വരുമ്പോൾ അത് അഴിമതിയിലേക്കും രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പുതിയ നയങ്ങളിലേക്കും ക്ഷേത്രത്തിന്റെ പവിത്രതയെ ദുർബലപ്പെടുത്തുവാനും യഥാർത്ഥ മതപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിഭവങ്ങൾ വഴിതിരിച്ചു വിടുന്നതിലേക്കും നയിക്കുന്നു. സുതാര്യതയും ഉത്തരവാദിത്വം ഇല്ലായ്മയും ക്ഷേത്ര മാനേജ്മെന്റിന്റെ വ്യക്തമായ സാമ്പത്തിക രീതികളും ഒക്കെ തന്നെ സ്വതന്ത്ര ഓഡിറ്റുകൾ ഇല്ലാത്തതും തുറന്ന ആശയവിനിമയം ഇല്ലാത്തതും സംഭാവനകൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് പൊതുജനങ്ങളെ അറിയുന്നതിൽ നിന്നും തടയുന്നു. ബാഹ്യ ആചാരങ്ങളിലും സമ്പത്തിന്റെ പ്രദർശനങ്ങളിലും അമിത പ്രാധാന്യം നൽകുന്നത് പലപ്പോഴും ആത്മപരിശോധന കൂടെ നടത്താതെ ഇരിക്കുമ്പോൾ നിസ്വാർത്ഥ സേവനം തുടങ്ങിയ ആത്മീയ ആചാരങ്ങളുടെ ചെലവിൽ ഹിന്ദുമതത്തെക്കുറിച്ച് ഉപരിപ്ലവമായി മാത്രം ധാരണയിലേക്ക് നയിക്കുന്നു. വിശുദ്ധിയുടെയും ഉദ്ദേശങ്ങളുടെയും നാശനം, ക്ഷേത്രപരിതസ്ഥിതിയിൽ അശുദ്ധമായ ഉദ്ദേശങ്ങളുള്ള വ്യക്തികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീയ ധാരണയുടെ അഭാവം. ഉദാഹരണത്തിന് അഴിമതിക്കാരായ പുരോഹിതർ, സത്യസന്ധരല്ലാത്ത ഭരണാധികാരികൾ തലത്തിന്റെ പവിത്രതയെയും ആത്മീയ അനുഭവത്തിന്റെ ഗുണനിലവാരത്തെയും പ്രതികൂലമായി ബാധിക്കും. ആന്തരിക ശുദ്ധിയേക്കാൾ ബാഹ്യശുദ്ധിക്ക് പ്രാധാന്യം. ചിലപ്പോൾ ബാഹ്യ ആചാരങ്ങൾക്കും ശുചിത്വത്തിനും അമിത പ്രാധാന്യം നൽകുമ്പോൾ സത്യസന്ധത, കാരുണ്യം, അഹിംസ തുടങ്ങിയ ആന്തരിക ശുദ്ധിയെ അവഗണിക്കും. ഇത് കാപട്യത്തിനും മതതത്വങ്ങളെക്കുറിച്ചുള്ള ഉപരിപ്ലവമായ ധാരണയ്ക്കും കാരണമാകുന്നു. അവസാനമായി, ദേവത ശക്തനാണെങ്കിൽ അതിന് സ്വയം നിൽക്കാൻ കഴിയും, പ്രതിരോധിക്കാനും കഴിയും, ഭക്തരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയും. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ദേവതയുടെ ശക്തി എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ രാജാധികാരം കൈയാളിയിരുന്ന ദേവൻ ഇന്ന് രാജാധികാരമുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഏറ്റവും വലിയ സമ്പത്തിന് ഉടമസ്ഥനായ ദേവൻ. പക്ഷേ എന്തുണ്ട് കാര്യം എന്ന് ചോദിച്ചാൽ ദേവന്റെ പ്രാഥമിക പങ്ക് പലപ്പോഴും ഭക്തരുടെയും ക്ഷേത്രത്തിന്റെയും സംരക്ഷകൻ എന്ന നിലയിലാണ്. ഈ പങ്ക് മനുഷ്യർ നയിക്കുന്ന തെരുവ് സംഘർഷങ്ങളിലല്ലാതെ ഒരു ദേവന് ശക്തിയുണ്ടെങ്കിൽ സ്വയം പ്രതിരോധം തീർക്കാൻ കഴിയും, ഭക്തർക്ക് പ്രതിരോധം തീർത്തു കൊടുക്കാൻ കഴിയും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ദേവന്റെ ശക്തിയിൽ ശുദ്ധാശുദ്ധങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.